അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 4 ലെഗ് പീസ് ഉണ്ട് ചിക്കൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ചിക്കനിന് വരയിട്ടുകൊണ്ട് തുടങ്ങാം. ഓക്കെ, ഞാൻ എല്ലാ സൈഡും നല്ല ഡീപ്പായിട്ട് വരയിട്ട് കഴിഞ്ഞാൽ മസാല നന്നായിട്ട് പിടിക്കും, നൈസായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. ഈ ഗ്യാപ്പിലെന്തും നമ്മളിനി മസാല തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ എല്ലാ ലെഗിനും ഓരോ വരയിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ ചിക്കനായിട്ട് നമ്മൾ വരയിട്ട് കൊടുക്കുക, നല്ല ഡീപ്പായിട്ട് വരയിടുക. എന്നാൽ മസാല നല്ല പിടിച്ച് അടിപൊളിയായിരിക്കും ഫ്രൈ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ മഞ്ഞൾ 1 ടേബിൾ സ്പൂൺ, 1 അരയും കൂടി ഇടാം, 1.5. ഇനി കുറച്ച് മുളക് പൊടി ഇടാം. കാശ്മീരി ചില്ലി മിക്സ് ചെയ്ത മുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചധികം ഇട്ടാലും കുഴപ്പമില്ല, അത് അവരവരെ പാകം നോക്കിയിട്ടിടുക. അപ്പോൾ ഇനി കുറച്ച് മല്ലിപ്പൊടി ഇടാം, കുറച്ചിട്ടാൽ മതി, ഇതിലധികം ആയിക്കഴിഞ്ഞാൽ കുത്തും. പിന്നെ നമുക്ക് ഗരം മസാല കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന്, അത് ഓരോരുത്തരുടെ ആവശ്യം പോലെ ഇരിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്. അതൊരു സ്പൂണ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇത് കുറച്ചൊരു ചിക്കൻ സോഫ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം മസാല. ഓക്കെ, ആവശ്യത്തിന് വെള്ളം, അധികമായി പോകരുത്, വൃത്തികേടാവും. ആവശ്യത്തിന് മാത്രം. മതി, ഡൺ. നമുക്കിനി ഓരോ ചിക്കൻ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മസാല പിടിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് തുറക്കുകയാണ്. അടിപൊളിയായിട്ട് നല്ലോണം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കാം, കുറച്ച് വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം, ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിട്ട്. അങ്ങനെ അത്യാവശ്യം ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി. നമുക്കിനി ഇത് മറിച്ചിടാം. ഓക്കെ, ആയിട്ടുണ്ട്, ഒരു സൈഡിൽ കൂടെ നല്ലോണം ആയിട്ടുണ്ട്. ഇതും വേവിൻ്റെ ആവശ്യമില്ല. നമുക്കിത് നല്ല മറിച്ച് കൊടുക്കാം. ഇത് കരിഞ്ഞ സാധനമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിന് വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ മറ്റേ സൈഡിൽ ജസ്റ്റ് നോയാൽ മതിയോ. അത്യാവശ്യം നല്ലോണം വെച്ചിട്ടുണ്ട്, നല്ല കറക്റ്റ് പാകത്തിലുള്ളത്. നമ്മൾ അതിലാക്കിയിട്ട് മസാല കഴിക്കാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ. ജസ്റ്റ് ഒന്ന് സിമ്മിൽ ഒരു 3 മിനിറ്റ് നമ്മൾ വെച്ചാൽ മതി.
നമുക്കിങ്ങനെ ഓരോ ലെഗ് പീസായിട്ട് പ്ലേറ്റോട്ട് സെർവ് ചെയ്യാം. ഓക്കെ, അടിപൊളി. മസാല വേസ്റ്റ് ആക്കുക, നമുക്ക് മസാലയും കൂടെ അതിലേക്ക് ഇടാം. ബാർബിക്യൂ സോസ് നോക്കിയപ്പോഴാണ് കണ്ടത് ഫുൾ കാലിയായി. പിന്നെ വേറെ വഴിയൊന്നുമില്ല, നമുക്ക് വേറെ വല്ല സോസ് ഒഴിക്കാം. കുറച്ച് സോസും കൂടെ ഇടുന്നത് അടിപൊളി.